തനിക്ക് പറ്റൂരി കളഞ്ഞിട്ട് പോടോ. ഒരു ജോലി ഏൽപ്പിച്ചാൽ കൃത്യസമയത്ത് തീർക്കാൻ പറ്റാത്ത താനൊക്കെ എന്തിനാണോ ജോലിക്ക് വരുന്നത്? സോറി സർ. 3 ദിവസം അതിനുള്ളിൽ താൻ പ്രോജക്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞാട്ടല്ലോ. ഓക്കെ. ഹലോ. എടാ നീ ഓഫീസിലുണ്ടോ? നീ പറ. വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ വരാം. എടി ശരിയെന്നാ, ഞാൻ വിളിക്കാം. ശരി, ഓക്കേടാ. സോറി, 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. കുറെ നേരമായി വന്നിട്ട്. ഇല്ല, ഞാൻ ഇപ്പം വന്നേ ഉള്ളൂ. എന്ത് പറ്റി? കാണുമെന്ന് പറഞ്ഞു. പറയാം, വാ നടക്കാം. എടാ, നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് മോനെ അറിയോ? പ്രത്യേകത എന്താ സംഭവം? മറന്നല്ലേ? അറിയാൻ മറക്കുമെന്ന്. എടാ, നാളെ നമ്മൾ ഇഷ്ടത്തിലായിട്ട് 5 വർഷം തികയുക. നമുക്കിത് എന്തായാലും ഒന്ന് ആഘോഷിക്കാം. കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോണം, എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, പിന്നെ പറ്റുമെങ്കിൽ ഒരു സിനിമ. എന്താന്നും മിണ്ടാത്തെ? അല്ല, പോവാം. നാളെ അല്ലേ, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, നാളെ രാവിലെ പോ. ഞാൻ വിളിക്കാം. ഞാൻ പോട്ടെ, ഞാൻ വിളിക്കാം. ശരി. പറയാമ. നാളെയാണ് വാടക അടയ്ക്കേണ്ട ദിവസം. നാളെയാണല്ലേ? ശരി, ഞാൻ നോക്കിക്കോളാം. വരുമ്പോഴേ അച്ഛന് മരുന്നൊക്കെ മറക്കല്ലേ. പിന്നെ നീ വല്ലതും കഴിച്ചാ? കഴിച്ചമ്മ. അമ്മ ശരി, ഞാൻ വിളിച്ചോളാം. ശരി. ഇനി എത്ര പ്രാവശ്യം വിളിച്ചടാ? ചേട്ടാ, അത് ഫോണ് സൈലന്റ് ആയിരുന്നു. അതെന്തോ നീ എന്ത് തരാനുള്ള പൈസ? ചേട്ടാ, അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതാണ് വരാൻ വൈകിയത്. അടുത്ത മാസം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തരാം. ആണോ? നിങ്ങൾ കാര്യം ചെയ്യും, നീ വണ്ടി നിറങ്ങും, ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് നീ വണ്ടി പോയി ഇറങ്ങും. ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ